നടൻ നിവിൻ പോളിയെ വ്യാജക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കോടതി. വൈക്കം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് കോടതി ഷംനാസിനെതിരെ ചുമത്തിയത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിന്റെ പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വ്യാജക്കേസിൽ കലാശിച്ചിരിക്കുന്നത്. കോടതിയിൽ വ്യാജരേഖയും സത്യവാങ്മൂലം നൽകിയതിനും കോടതിയിൽ നിന്ന് വിവരങ്ങൾ മറച്ചുവെച്ചതിനും BNS നിയമത്തിൽ 229, 236, 237 വകുപ്പുകൾ ചുമത്തിയാണ് PS ഷംനാസിനെതിരെ കോടതി നടപടിയെടുത്തിരിക്കുന്നത്. വ്യാജ തെളിവുകൾ നൽകുന്നത് കോടതിയെ കബളിപ്പിക്കലെന്ന് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. കോടതിയിൽ സത്യം അറിയിക്കേണ്ട PS ഷംനാസ് മനഃപൂർവ്വം വ്യാജ വിവരങ്ങൾ നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഷംനാസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നും നീതിക്കായി പ്രോസിക്യൂഷൻ നടപടി അനിവാര്യമെന്നും വൈക്കം മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂലൈ 29-നായിരുന്നു കോടതിയെ തെറ്റിദ്ധരിപ്പിക്കും വിധം രേഖകൾ ഹാജരാക്കി നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ നിർമ്മാതാവ് ഷംനാസിനെതിരെ വൈക്കം മജിസ്ട്രേറ്റ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് 2023-ൽ നിവിൻ പോളി, സംവിധായകൻ എബ്രഡ് ഷൈൻ, ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ എല്ലാത്തരം അവകാശങ്ങളും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയറിനായിരുന്നു. എന്നാൽ ഇക്കാര്യം മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്നും ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. നിവിൻ പോളിയുടെ ഒപ്പ് വ്യാജമായി ചേർത്ത രേഖയാണ് ഫിലിം ചേംബറിൽ ഹാജരാക്കിയതെന്നും കണ്ടെത്തിയിരുന്നു. വ്യാജരേഖയുടെ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കിയ പകർപ്പവകാശം സംബന്ധിച്ച വിവരങ്ങളാണ് ഷംനാസ് വൈക്കം കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിച്ചതെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കോടതി ഷംനാസിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി നടപടിയെടുത്തത്. കൈരളി ന്യൂസ്, കൊച്ചി.